ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യു ആർ വാച്ചിങ് യാ ഗെയിമിംഗ് ഗൈസ്. മുത്തോണി വേറെ ഒന്നുമില്ല ഗൈസ്, ഞങ്ങൾ വീഡിയോ കാര്യങ്ങൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. നമ്മൾ അടുത്ത മാസം ഓഗസ്റ്റ് മാസത്തിലെ ബൂയാ പാസിൻ്റെ ഫുൾ കംപ്ലീറ്റ് ഒരു കിടിലൻ റിവ്യൂ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. എൻ്റെ പൊന്നളിയാ മിസ് ചെയ്തത്, അത്രയ്ക്ക് മാത്രം കിടിലൻ സാധനങ്ങളുണ്ടാ മുത്തോണി. ഒന്ന് കണ്ട് നോക്ക് ഗൈസ്. അല്ലാതെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യം കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പടുത്തുള്ള ബെല്ലേക്കൺ ഇനേബിളും ചെയ്യുക ഗൈസ്. ഇനി കുറേ ദിവസം വയ്യായിരുന്നു ഗൈസ്, അതാണ് കുറേ നാൾ വീഡിയോ ഇല്ലായിരുന്ന. എന്തായാലും ഇനി വീഡിയോസൊക്കെ കാണും ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണുക ഗൈസ്. ഞാൻ പറയാം ഗൈസ്, അല്ല നമുക്ക് ഫ്രീ ഫയറിലേക്ക് ഫ്രീ റിവാർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗൈസ്. അതിൽ നമുക്ക് ഈ ബണ്ടിലെ കാര്യങ്ങൾ അല്ലാതെ ഇമോട്ടായപ്പോഴും എല്ലാം കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ഡേറ്റ് അറിയാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ ഫ്രീ റിവാർഡ് കാര്യങ്ങളെല്ലാം വേണമെന്നുള്ളവർ ഡെയിലി ലോഗിൻ ചെയ്യണം തുണി ഗൈസ്. അല്ല നമുക്ക് ഈ എ സീരിയുടെ സ്കിന്നാണെങ്കിൽ ഫ്രീ ഫയറിൽ വന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു കാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി കറക്റ്റ് പക്കയായിട്ടൊന്നും പറയുന്നില്ല ഗൈസ്. ഇതിൽ വന്നിട്ട് നമുക്ക് വലിയ ആട്രിബ്യൂട്ട്സ് കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ചെറിയൊരു അനിമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് വേണം എടുക്കണം എന്നുള്ളവർ എടുക്കുക ഗൈസ്. എടുത്താൽ ഓക്കെ, കുഴപ്പമില്ല. ഇത് വെച്ച് കളിക്കാം, അത്രയേ ഉള്ളൂ ഗൈസ്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അല്ല മെയിൻ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഗൈസ് ഇതാണ് ഗൈസ്. ഇത് നമുക്ക് കറക്റ്റ് ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട് ഗൈസ്. ഈ വരുന്ന 23 ഈ ഇവൻറ്റ് ഫ്രീ ഫയറിൽ വരും ഗൈസ്. പക്കയാണ്, കൺഫേംഡ് ആണ് ഗൈസ്. ഇതിൽ വന്നിട്ട് നമ്മുടെ ടോപ്പ് ഇൻക്യുബേറ്ററിലുള്ള M18 ആയാൽ പോലോ, നമ്മുടെ 4 M18 ആയാൽ പോലോ ഇല്ല, നമ്മുടെ ഫ്രീ ഫയറിലെ ഇൻക്യുബേറ്ററിലെ 4 UMP ഗൈസ്. ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഇതിൽ വരും ഗൈസ്. ഇതിൽ സംഭവിച്ച ടോക്കൺ എടുക്കുക. ഇത് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും ഗൈസ്. ക്ലെയിം ചെയ്യുമ്പോൾ പെർമനൻ്റ് ആയിട്ടല്ല, ക്ലെയിം ചെയ്താൽ നമുക്ക് ഒരു ഗൺ സ്കിൻ തന്നെ 5 പ്രാവശ്യം ക്ലെയിം ചെയ്യാൻ പറ്റും. അതിൽ ഒരെണ്ണം വെച്ചാൽ 24 മണിക്കൂറത്തേക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ അത് അത്ര വലിയ പോരാന്നേ ഞാൻ പറയുള്ളൂ ഗൈസ്. അതായത് നമുക്ക് 5 പ്രാവശ്യം ക്ലെയിം ചെയ്താൽ എത്ര, 24 മണിക്കൂറിന് ഒരു ദിവസം 5 എണ്ണം ക്ലെയിം ചെയ്താൽ 5 ദിവസത്തേക്ക് കിട്ടും ഗൈസ്. 5 ദിവസം കഴിഞ്ഞാൽ ആ സ്കിൻ അങ്ങ് പോകും ഗൈസ്. അതുവരെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് കളിക്കാം, എടുത്താൽ കളിക്കാം, അത്രയേ ഉള്ളൂ ഗൈസ്. അല്ലാതെ നമ്മുടെ ഫ്രീ ഫയറിൽ മറ്റേ ടൂർണമെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് തന്നെ. മറ്റേ വലിയ വലിയ യൂട്യൂബേഴ്സ് കാര്യങ്ങളൊക്കെ ടൂർണമെൻറ്റ് നടക്കുന്നുണ്ടല്ലോ ഗൈസ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ജേഴ്സി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ജേഴ്സി നമുക്കിപ്പോൾ ഫ്രീ ഫയറിൽ പുതിയതായിട്ട് ഇറങ്ങുന്ന ആളോട്ട് അങ്ങ് ഏറ്റവും വരെയുള്ള എല്ലാവർക്കും ജേഴ്സി ഉണ്ട് ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. വേണമെന്നുള്ളവർക്ക് ഈ ജേഴ്സി എടുക്കാം ഗൈസ്, കുഴപ്പമില്ല, കൊള്ളാം. അല്ലാതെ മെയിനായിട്ട് ഗൈസ് നമ്മുടെ ബൂയാ പാസ്, ഇതാണല്ലോ നമ്മുടെ ടോപ്പിക്. നമ്മുടെ ടുഡേസ് ടോപ്പിക് ഇസ് ബൂയാ പാസ് ഗൈസ്. നമുക്കാണെങ്കിൽ വന്നിട്ട് ഈ ബൂയാ പാസിൽ ഫസ്റ്റ് വരുന്ന ഫീമെയിൽ ബണ്ടിലാണ്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഗൈസ്. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യമേ വരുന്ന ഒരു ബണ്ടിൽ എന്ന് പറയുന്നത്. നമുക്ക് യാതൊരു ബൂയാ പാസ് എടുത്താലും നമുക്ക് ആദ്യമേ വരുന്നത് ഫീമെയിൽ ബണ്ടിലാണ്. അത് തന്നെയാണ് ഗൈസ് ഇത്. ഈ ഫീമെയിൽ ബണ്ടിൽ കൊള്ളൂല, ഞാൻ ഫീമെയിൽ ബണ്ടിലിട്ട് കളിക്കുന്ന ഒരാളല്ല. എന്നാലും ഗൈസ് ഈ ഫീമെയിൽ ബണ്ടിൽ സത്യം പറയാനില്ല, ഒന്നും പറയാനില്ല, സൂപ്പർ ഫീമെയിൽ ബണ്ടിൽ, നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. അല്ലാതെ നമുക്ക് വന്നിട്ട് നമ്മൾ ഈ ബൂയാ പാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന 4 പ്രിവിലേജ് ഉണ്ടല്ലോ ഗൈസ്. അതിലൊന്ന് മറ്റേ ഫോർസ് സ്ലോട്ട് ഇമോട്ട് അധികം, അല്ലാതെ മറ്റേ ഗോൾഡൻ ഐക്കൺ, ബൂയാ പാസിൻ്റെ ഐക്കൺ, അല്ലാതെ ഗോൾഡൻ ബാഡ്ജ് നമ്മുടെ പ്രൊഫൈലിൽ യെല്ലോ കളറിൽ എടുത്തറിയാം, ഓ ഇവൻ ബൂയാ പാസ് ഹോൾഡറാണ്, എടാ കള്ള ഗൈസ്. അല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് ടീഷർട്ട് കിട്ടും ഗൈസ്. നമ്മൾ ലെവൽ കൂടുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീ ടീഷർട്ടാണ് ഗൈസ്. അല്ലാതെ നമുക്ക് ബാനർ കിട്ടും ഗൈസ്, ബാനർ. അതെല്ലാം നമുക്ക് വന്നിട്ട് ഒരു ജീപ്പിൻ്റെ സ്കിന്ന് കിട്ടും ഗൈസ്. ഇതിനൊന്നും അനിമേഷൻ ഇല്ല. ഈ ജീപ്പിൻ്റെ സ്കിന്നിന് അനിമേഷൻ കൊടുത്തിരുന്നെങ്കിൽ കിടുക്കാച്ചയായിരുന്നു ഗൈസ്. പക്ഷേ അതിന് അനിമേഷൻ കൊടുത്തില്ലടാ. പക്ഷേ അത് മാത്രമേ ഉള്ളൂ സങ്കടം. ഈ ജീപ്പ് സൂപ്പറായിരുന്നു ഗൈസ്. എല്ലാം നമുക്ക് അടുത്ത വന്നിട്ട് ഗൈസ് നമ്മുടെ ലൂട്ട് ബോക്സ് ആണ് ഗൈസ്. ലൂട്ട് ബോക്സ് എൻ്റെ അമ്മേ ഒന്നും പറയല്ലടാ. എടാ നമ്മൾ ഈ സ്റ്റാർസ് നമ്മൾ രാത്രി സമയങ്ങളിൽ പണ്ടുള്ള അല്ലാതെ മറ്റേ അങ്ങനെ ബുക്കിലെയൊക്കെ വായിക്കുമ്പോഴത്തേക്ക് സ്റ്റാർസ് ലിയോ ഒരു സ്റ്റാർസൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഇത് ലിയോ ആണ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു തീമിലാണ് ഗൈസ് ലൂട്ട് ബോക്സ്. സൂപ്പറാണ്. എല്ലാം നമുക്ക് സർഫ് ബോർഡ് വരുന്നുണ്ട്. സർഫ് ബോർഡ് നല്ല അനിമേഷനാണ് ഗൈസ്. എല്ലാം ഒരു ഗോൾഡൻ ബ്ലാക്ക് ഈ ഒരു തീമിലാണ് ഗൈസ്. ഇത് സൂപ്പറാണ്. അല്ല നമ്മുടെ അവതാർ വന്നിട്ട് ഇതാണ് ഗൈസ്, അവതാർ. അല്ലാതെ നമുക്ക് പ്ലാസ്മയുടെ സ്കിൻ വരുന്നുണ്ട്. പ്ലാസ്മയ്ക്ക് സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം അനിമേഷൻ കൊണ്ടുവന്നു ഗൈസ്. പ്ലാസ്മ സൂപ്പറടാ, ഒന്നും പറയാനില്ല, കിടക്കാച്ച സാധനം. ഇതൊക്കെ വെച്ചിട്ട് അടിച്ച ഗൈസ് ഡബിൾ റേഞ്ച് ആർമർ പെൻട്രേഷൻ സിംഗിൾ. ഇതാണ് ഗൈസ് നമ്മുടെ പ്ലാസ്മയുടെ അട്രിബ്യൂട്ട്സ്. നമുക്ക് കൊണ്ടുവന്ന അട്രിബ്യൂട്ട്സ്, അവർ തന്ന അട്രിബ്യൂട്ട്സ് ഇതാണ് ഗൈസ്. കുഴപ്പമില്ല. പക്ഷേ പ്ലാസ്മയുടെ സ്കിന്നിന് അനിമേഷൻ കൂടെ ഉള്ളതുകൊണ്ട് സൂപ്പറാണ് ഗൈസ്. നമുക്ക് പ്ലാസ്മയ്ക്ക് പൊതുവേ അങ്ങനെ അനിമേഷനൊക്കെ വരുന്നത് കുറവല്ലേ, എന്നാലും പ്ലാസ്മയ്ക്ക് അനിമേഷൻ വന്നുകൊണ്ട് സൂപ്പറാണ് ഗൈസ്. എല്ലാം നമുക്ക് സ്കൈത്ത് വരുന്നുണ്ട്. സ്കൈത്ത് സീനിയസ് ആണ് ഗൈസ്, ഒന്നും പറയാനില്ല. യെല്ലോ ഗോൾഡ് പോലത്തെ സൂപ്പറാണ്. നല്ല അനിമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഇത് കണ്ടാ മറ്റേ ഒരു സ്റ്റാർസിൻ്റെ ഇത് തന്നെയാണ്. സ്റ്റാർ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ ഷേപ്പ് ഇരിക്കണം, സ്റ്റാർ ഇങ്ങനെ ഇരിക്കും, ആ ഷേപ്പ് ഇരിക്കണം, ആ സംഭവമാണ്. അതിൻ്റെ കറക്റ്റ് പേര് എനിക്ക് അറിയാൻ പാടില്ല. എല്ലാം പരാങ്കിൻ്റെ സ്കിന്ന് വരുന്നുണ്ട്. പരാങ്ക് കുഴപ്പമില്ല, അനിമേഷനൊന്നും ഇല്ല, ചുമ്മാ കയ്യിൽ വെച്ച് വീശി നടക്കാം. അത് ഫ്രീ ആയിട്ട് കിട്ടേണ്ട സാധനം നമുക്ക് ആർക്ക് വേണം, നമുക്കൊരു ആവശ്യമില്ല. കാക്കർ സാധനങ്ങളൊന്നും നമ്മൾ നോക്കാറില്ലടേ, എടുത്ത് മാറ്റടേ പോടേ ഗൈസ്. അല്ലാതെ നമുക്ക് വന്നിട്ട് ബാക്ക് പാക്ക് ഗൈസ്. ബാഗിന് അനിമേഷൻ കൊടുത്തിട്ടുണ്ട്, സൂപ്പറാണ് ഗൈസ്. ബാഗ് സീനാണ് ഗൈസ്. 3 ആയാലും 2 ആയാലും 1 ആയാലും ഗൈസ് ലെവൽ സൂപ്പർ ഗൈസ്. ബാഗ് കൊള്ളാം ഗൈസ്. ഞാനിങ്ങനെ പൊതുവേ ഗെയിം കളിക്കുന്ന സമയത്ത് ബാഗാണെങ്കിൽ ഹൈഡ് ആക്കിയിട്ടാണ് കളിക്കുന്നത്. കാര്യം
എനിക്കങ്ങനെ ഇഷ്ടമല്ല. പക്ഷേ ഈ ബാഗ് എടുത്താൽ തന്നെ ഹൈഡാക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. സൂപ്പർ സ്കിൻ അല്ല ഗൈസ്. നമ്മൾ ഗ്രനേഡ്, എടാ മോനെ ഗ്രനേഡ് സീന് സാധനമാണോ? ഞാൻ എറിഞ്ഞ് കാണിച്ചതാണ്, നോക്കിയോ ഗൈസ്. എറിയുമ്പോൾ കണ്ട ലിയോ ലയൻ, കണ്ട ഗൈസ്, ലയനിലാണ് കണ്ട ലിയോ. ഡേയ് എടാ ഞാൻ പേരിപ്പിടാണ്ടാ വായിക്കണ, അതിലും ലിയോ എന്നാ എഴുതിക്കണം. എടാ ഞാൻ പറഞ്ഞില്ല സ്റ്റാർസ്, അതാണ് സംഭവം ഗൈസ്. അല്ല നമ്മുടെ ഗ്ലോവാൾ, എൻ്റെ അമ്മ സത്യകൂടാ ഗ്ലോവാൾ സീനല്ലേ, ഒരു രക്ഷയില്ലല്ലേ എൻ്റെ അമ്മ. ഇതൊക്കെ എടുത്ത് വെച്ച് എടാ അടിക്കണ സമയത്ത് ഈ 2 ഗ്ലോവാളൊക്കെ എടുത്ത് തറ എറിഞ്ഞാണല്ലോ സൂപ്പറായിരിക്കും എൻ്റെ അമ്മ. ഗൈസ് അതുകൊണ്ട് നിങ്ങൾ ആരും ഈ ബൂയാ പാസ് മിസ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗ്ലോവാളൊക്കെ സീന് സാധനമുണ്ട്, അല്ല മെയിൽ ബണ്ടിൽ നോക്കടാ എൻ്റെ അമ്മ സീന് മെയിൽ ബണ്ടിൽ ഒന്നും പറയല്ല, വെറും വിഷയം. അതിൻ്റെ ഹെയർ ആണെങ്കിലും ശരി, ഡ്രസ്സാണെങ്കിലും ശരി, പാൻ്റ് ആണെങ്കിലും ശരി, ഇവിടെ സത്യം പറയില്ല മൊത്തം വിഷയം ഗൈസ്. നിങ്ങൾ ഈ ബൂയാ പാസ് മിസ് ചെയ്യരുത്. ഞാൻ എന്തായാലും എടുക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഗൈസ്. പൈസ ഇട്ടേ എടുക്കില്ല. നിങ്ങൾ മാക്സിമം എടുക്കാൻ നോക്കുക ഗൈസ്. അപ്പോൾ എന്തായാലും ഇത് അത്രയ്ക്ക് മാത്രം സീൻ ഇമോട്ടും കാര്യങ്ങളും ഇമോട്ടില്ല ഗൈസ്, സീന് ഗ്ലോബാൾ കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ലിയോ ബേസ്, ലയൻ ബേസ് ചെയ്തിട്ടുള്ള ബൂയാ പാസ്സാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോയിൽ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ഇതെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഗൈസ് വന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തായാലും കഴിഞ്ഞു ഗൈസ്. ഇതിനേക്കാളും നല്ല നല്ല കണ്ടന്റ് കാര്യങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും എവരിവൺ ടാറ്റ, ടേക്ക് കെയർ, ബൈ ബൈ ഗൈസ്. ഇറ്റ്സ് യുവർ യാഗ് ഗെയിമിംഗ്.